എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇഡ്ലിപ്പൊടിയാണ്. പേര് ഇഡ്ലിപ്പൊടി എന്നാണെന്നുണ്ടെങ്കിലും ഇത് നമ്മൾ ദോശയുടെ കൂടെയും കഴിക്കാറുണ്ട്. സാധാരണ പല സ്ഥലങ്ങളും പല പേരുകളിലാണ് അറിയപ്പെടുക. ചിലവർ ചട്നി പൗഡർ എന്ന് പറയും. അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിളകായ് പൊടി, അങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ഇത്. അതുപോലെ പലരും തയ്യാറാക്കുന്നത് പല രീതിയിലാണ്. തമിഴ്നാട്ടിലൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കാറുണ്ട്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ഇഡ്ലി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചട്നി ഉണ്ടാക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. നമ്മൾ സാധാരണ തമിഴ്നാട്ടിലൊക്കെ റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് ഇഡ്ലി ദോശയൊക്കെ കഴിക്കുമ്പോൾ സാധാരണ കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണിത്. അവർ സാധാരണ നെയ്യുടെ കൂടെ അതുപോലെ തന്നെ നല്ലെണ്ണയുടെ കൂടെയൊക്കെയാണ് ഇത് മിക്സ് ചെയ്ത് കഴിക്കുക. കേരളത്തിൽ സാധാരണ കണ്ടിരിക്കുന്നത് വെളിച്ചെണ്ണയുടെ കൂടെ മിക്സ് ചെയ്തിട്ടാണ്. പിന്നെ ഓരോ ഏരിയയിലും വ്യത്യാസം ഉണ്ടാവും കഴിക്കുന്ന രീതിയൊക്കെ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ എടുക്കണ ഉഴുന്നില്ലേ, അതാണ്. ഇതിപ്പോൾ മുഴുവനോട് കൂടിയതാണ്. ഇതിപ്പോൾ ഏത് ടൈപ്പ് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ 1/4 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ എള്ളാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ വെളുത്ത കളറിലുള്ള എള്ളാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറുത്ത എള്ളും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ മെഷർമെൻറ്റ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് അളവിൽ അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാനിവിടെ 8 വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് തന്നെയാണ്. പിന്നെ ഒരു 4 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. ഇതും നല്ല വലിയ മുളകാണ്, അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ ഒരു 4 തണ്ട് കറിവേപ്പില. മുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു ചെറിയ കഷ്ണം കായാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കായത്തിൻ്റെ കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കായത്തിൻ്റെ പൊടി കിട്ടുമല്ലോ, ഇതുപോലെയുള്ളത്, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അത് പൊടിയാണ് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ അവസാനം ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി ഇതിൽ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. വെളുത്തുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിന്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നമുക്കിനി ഇതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. കൂടെ കാശ്മീരി മുളകും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ചിലവർ ഓയിൽ ഒഴിച്ചിട്ട് വറുത്തെടുക്കാറുണ്ട്. പക്ഷെ ആ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇത് അധികം നാൾ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ കേടായിപ്പോവും. അപ്പം ഞാൻ ഓയിൽ എന്തായാലും ഒഴിക്കണില്ല കേട്ടോ. പിന്നെ ട്രഡീഷണൽ രീതിയിൽ ഈ ഇഡ്ലിപ്പൊടി തയ്യാറാക്കുമ്പോൾ അതിൽ കാശ്മീരി മുളക് ചേർക്കാറില്ല. കാശ്മീരി മുളക് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടും. പക്ഷെ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഈ വറ്റൽമുളക് തന്നെ ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഈ തണ്ടിൻ്റെ ഭാഗില് അതോടുകൂടി ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇതിപ്പോൾ പുറത്തേക്ക് കുരുവൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുളകൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാം. മുളക് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഈ മുളക് വീർത്ത് വരും. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടോട് കൂടി ഇടുന്നുണ്ടെങ്കിൽ മാത്രമാണ് വീർത്ത് വരുള്ളൂ കേട്ടോ. അതുപോലെ ഇപ്പോൾ സോഫ്റ്റ് ആയിട്ട് ഇരിക്കണത് മാറിയിട്ട് കുറച്ചും കൂടി ഒന്ന് ഹാർഡായിട്ട് വരും. പിന്നെ പലരും ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓരോ ഏരിയയ്ക്ക് അനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവാറില്ല എപ്പോഴും. പിന്നെ ചിലവർ ഇതിലേക്ക് ജീരകം ചേർക്കാറുണ്ട്. ഇതിപ്പോൾ ഒരുവിധം റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വറ്റൽമുളകൊക്കെ കണ്ടില്ലേ, വീർത്ത് വന്നിട്ടുണ്ട്. പക്ഷെ കാശ്മീരി മുളക് അത്രയ്ക്ക് അങ്ങോട്ട് ആയി വന്നിട്ടില്ല. ഇത് കുറച്ച് വലിയ സൈസും ആയിരുന്നല്ലോ. ഇതിൻ്റെ കൂടെ നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നല്ല ക്രിസ്പി ആയിട്ട് വരണം. അത് ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം മുളകിനാണല്ലോ റോസ്റ്റിംഗ് ടൈം കൂടുതലുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. കൂടുതൽ സമയം എടുക്കുന്നത് ആദ്യം ചേർക്കുക, അങ്ങനെ. അതുപോലെ കറിവേപ്പില ചേർക്കുമ്പോഴും നല്ലൊരു ഫ്ലേവർ വരും. ഇപ്പോൾ കറിവേപ്പില കണ്ടില്ലേ, നമ്മളിതുപോലെ പൊടിക്കുമ്പോൾ നല്ല പൊടിഞ്ഞു പോകുന്നുണ്ട്. ഇത് മതി. ഞാനിനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. കറിവേപ്പില പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും, അധികം സമയമൊന്നും വേണ്ടതിന്. ഇനി നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം.
കടലപ്പരിപ്പ് ഇളക്കി കൊടുക്കാട്ടെ. കടലപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ആയിട്ട് വരട്ടെ. അതിനുശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഇളക്കി കൊടുക്കണം. നമ്മളിത് വെച്ചിട്ട് വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോയി കഴിഞ്ഞത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. കാരണം നമ്മുടെ കടായി നല്ല ചൂടായിരിക്കുമല്ലോ. ഇതൊന്നായിട്ട് വരട്ടെ. അതിനുശേഷം മാത്രം നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കില്ലേ, അപ്പോൾ നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വരണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇതിൻ്റെ റോസ്റ്റിംഗ് ടൈമിനനുസരിച്ച് ചേർക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെയാലും മതി. ഇതിപ്പോൾ കുറച്ച് സമയം എടുക്കുന്നത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരാൻ. പക്ഷെ നമുക്കിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാറോ ചട്നിയോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളകാണ്. മുഴുവനോട് കൂടിയുള്ള കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവസാനം കുരുമുളക് പൊടി ചേർത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ പല ബ്രാൻഡും പല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടണ ഇഡ്ലിപ്പൊടിയുടെ ടേസ്റ്റ് അല്ല ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കിട്ടണത്. ശരിക്കും വ്യത്യസ്തം തന്നെയാണ് ടേസ്റ്റ് നോക്കുമ്പോൾ. പിന്നെ ചിലവർ നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കാറുണ്ട്, ചിലതിനത്രയും എരിവൊന്നും ഉണ്ടാവാറില്ല. ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാൻ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ചൂട് കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിലേക്ക് എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയിട്ട് വരും. കായം ഇതിൻ്റെ കൂടെ ഇട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല. ഞാനത് അവസാനമാണ് റോസ്റ്റ് ചെയ്തെടുക്കണത്. കായത്തിൻ്റെ പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചേർത്തൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എല്ലാം ആവശ്യത്തിന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാത്തിനും കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ഒരു കളറല്ലല്ലോ ഇതിന്. ഇനി ഞാൻ ഇതും നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്ത പ്ലേറ്റില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. കായം കുറച്ച് സമയം എടുക്കും ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരാൻ. ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയിട്ട് വരും. ഇത് കായം ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് കഷ്ണങ്ങളായിട്ട് വരും. ഇപ്പോൾ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കായം നന്നായിട്ട് തന്നെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ഫ്ലേവറും വരിക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ല നമുക്ക്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. കറക്റ്റായിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഞളങ്ങി വരും. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും. ഒന്നും കൂടി ആയി വരാനുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇപ്പോൾ വലിയ കഷ്ണങ്ങൾ മാത്രം എടുത്താൽ മതി. ഇതിൽ പൊടി പോലെ കിടക്കണതൊന്നും എടുക്കണ്ട. ഇതും ഞാൻ ആ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം മാത്രം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഇതിനെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. മിക്സി എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് ഉണങ്ങിയ മിക്സി എടുക്കുക. വെള്ളത്തോട് കൂടിയിട്ട് മിക്സി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേടായി വിട്ടു പോകും. ഇതിപ്പോൾ ഒരു പ്രാവശ്യം അടിച്ചെടുക്കാനുള്ളതുള്ളൂ. എല്ലാത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം കുറച്ച് ചേർക്കുക, പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതുപോലെ വറ്റൽമുളക് ചേർക്കുമ്പോഴും നിങ്ങൾക്ക് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് വറ്റൽമുളക് മാത്രം ചേർക്കുക, ബാക്കി മാറ്റി വയ്ക്കുക. അതിനുശേഷം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് പൊടിച്ചെടുത്താൽ മതി. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഫൈനായിട്ടുള്ള പൗഡറായിട്ട് പൊടിച്ചെടുക്കുന്നതിനേക്കാളും ചെറിയ തരികളോട് കൂട്ടിയിട്ട് പൊടിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ, അതായത് ഒരുപാട് തരികളല്ല ഉദ്ദേശിക്കുന്നത്, ചെറിയൊരു തരികൾ.
അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തരികളോട് കൂടി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഫൈനായിട്ടുള്ള പൗഡർ ചെയ്യാം. എനിക്കിപ്പോൾ ഇതിൽ ഉപ്പ് കുറച്ച് കുറവാണ്. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം. ഇത് കുറച്ചെടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം. ഞാൻ ദാ ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പീസ് ഇഡ്ഡലി എടുക്കുക. എനിക്കിപ്പോൾ ടേസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. എല്ലാം പെർഫെക്റ്റ് തന്നെയാണ്. എരിവുണ്ട് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിനുണ്ട്, കായത്തിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. കായം ഇതിന് നല്ലൊരു ടേസ്റ്റ് തന്നെ കൊടുക്കും. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നേക്കാളും നല്ല ടേസ്റ്റ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിംഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ബെല്ലൈക്കൺ കാണാം. അതും കൂടി പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിലെത്തുള്ളൂ. അതുകൂടാതെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.